മംദാനി 8,60,327 വോട്ടുകൾ നേടിയിരിക്കുന്നു എന്ന് വെച്ചാൽ 50.4% വോട്ട് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. കുമോ 7,04,866 വോട്ടുകൾ എന്ന് വെച്ചാൽ 41.3%. 10% വോട്ട് അധികം മംദാനി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്രപരമായ നേട്ടമാണ്. അതിനപ്പുറത്തേക്ക് അത് നൽകുന്ന സന്ദേശങ്ങൾ, നൽകുന്ന മെസ്സേജുകൾ വളരെ വലുതാണ്. ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം, കുടിയേറ്റക്കാരൻ, ഇന്ത്യൻ വംശജൻ, ആഫ്രിക്കയിൽ വേരുകളുള്ളൊരു കുടിയേറ്റക്കാരൻ, ഇന്ത്യൻ വംശജൻ, മുസ്ലിം, 34 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ നിലക്ക് ന്യൂയോർക്ക് എന്നത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന്. ആ നഗരത്തിൻ്റെ അധിപനായി, നാഥനായി സുഹ്റാൻ മംദാനി എന്ന 34-കാരനായ കുടിയേറ്റക്കാരനായ ഒരു മുസ്ലിം തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എത്ര പ്രധാനപ്പെട്ട ഒരു ഏടാണ്. സുഹൈൽ, തീർച്ചയായും വിവിധ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മംദാനിയുടെ വിജയം പ്രൊജക്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ ചരിത്രത്തിൽ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം വരാൻ കുറേയേറെ സമയങ്ങളെടുക്കും. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനൊക്കെ ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സാധാരണ രീതിയിൽ മാധ്യമങ്ങളാണ് ഈ ഒരു പ്രൊജക്ഷൻ മുന്നോട്ട് വെക്കാറുള്ളത്. വിവിധ തരങ്ങളിലുള്ള വോട്ടുകൾ എണ്ണിക്കൊണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇനി എത്ര തന്നെ എണ്ണിയാലും ഈ സ്ഥാനാർത്ഥിയെ കവച്ചുവെക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിവിധ ഏജൻസികൾ ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാറുള്ളത്. ആ ഏജൻസികൾ എല്ലാവരും തന്നെ ഇപ്പോൾ മംദാനി തന്നെ വിജയിക്കും എന്ന ഒരു പ്രതീക്ഷ മുന്നിൽ വെക്കുകയാണ്. ഇത് ചരിത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സൈഫു. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ന്യൂയോർക്ക് ഭരിക്കുക എന്ന് പറയുന്നത് അഭിമാന സ്തംഭമാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും വ്യക്തികൾക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന US രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി, US-ന്റെ പ്രസിഡന്റ് തന്നെ എന്തിനു വേണ്ടിയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്രയേറെ സമയവും അധ്വാനവും അതേപോലെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളും ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ന്യൂയോർക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി മംദാനി വരുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം രണ്ട് ദ്വന്ദ്ങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. പ്രത്യേകിച്ചും വലതുപക്ഷം അവർ തീവ്ര ദേശീയത ഉയർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് അതിനെ എതിർത്ത് തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റുകളിൽ തന്നെ ഒരു വിഭാഗം തീവ്ര ദേശീയതയെ പിന്തുണക്കുന്നു. അതുകൊണ്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോലും നേരത്തെ ഡെമോക്രാറ്റായിരുന്ന ആൻഡ്രൂ കുമോ രംഗത്ത് വന്നത്. അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗം അമേരിക്കയിൽ ഡെമോക്രാറ്റിക് വിഭാഗത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രത്യേകിച്ചും യുവാക്കളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ വളർന്നു വരുന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ, ഇവരെല്ലാവരും തന്നെ അമേരിക്കയിൽ ഈ ഒരു തീവ്ര ദേശീയതയെ അംഗീകരിക്കാൻ സാധിക്കില്ല, അമേരിക്കയുടെ ജനാധിപത്യത്തെ തകർക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ച ആളുകളായിരുന്നു. ആ വിഭാഗം പ്രത്യേകിച്ചും അമേരിക്കയിലെല്ലാം ശക്തിയാർജിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയ അടക്കമുള്ള സംവിധാനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും നമുക്കറിയാം ഇസ്രായേൽ ഫലസ്തീൻ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ, അത്തരമൊരു സംഘർഷം നടക്കുന്ന